ചാപ്റ്ററൊക്കെ പഠിച്ചല്ലോ അല്ലേ? ഇന്ന് നമ്മൾ നോക്കുന്നത് അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഫസ്റ്റ്, മുഗൾ രാജവംശം സ്ഥാപിച്ചത് ആരാണ്? ബാബർ അല്ലേ? എപ്പോഴാണ്? 1526 അല്ലേ? മുഗൾ രാജവംശം സ്ഥാപിച്ചത് ബാബറാണ് എന്ന് 1526. അടുത്തത്, മുഗൾ ഭരണകാലത്തെ പ്രധാന ഭരണാധികാരികൾ ആരെല്ലാമായിരുന്നു? ഓർമ്മയുണ്ടോ? നോക്കാം അല്ലേ. ഫസ്റ്റ് ആരായിരുന്നു? ബാബർ. അവരുടെ കാലാവധിയാണ് പറയുന്നത്, ഭരണകാലാവധിയാണ് പറയുന്നത്. 1526 മുതൽ 1530 വരെ അല്ലേ. ഇനി അടുത്ത ഒരാളാണ് ആര്? ഹുമയൂൺ. അവരുടെ കാലാവധി എങ്ങനെയാണ്? 1530 തൊട്ട് 1540 വരെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം എപ്പോഴാണ്? 1555 തൊട്ട് 1556 അല്ലേ. ഇനി അടുത്ത ഒരാൾ ആരാണ്? അക്ബർ. അക്ബറിൻ്റെയോ 1556 തൊട്ട് 1605 വരെ ഭരണകാലാവധി കേട്ടോ. പിന്നെയോ അടുത്ത ആളാണ് ആര്? ജഹാംഗീർ. 1605 തൊട്ട് 1627 വരെ. പിന്നെ ഷാജഹാൻ 1628 തൊട്ട് 1658 വരെ. പിന്നെയുള്ളതാണ് ആര്? ഔറംഗസേബ്. എപ്പോഴാണ്? 1658 തൊട്ട് 1707 വരെ. ഇനി നോക്കുന്നത് നമ്മൾ മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത് ഏത് പദത്തിൽ നിന്നാണ്? അതായത് മുഗൾ രാജവംശം എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ അല്ലേ. അതിൽ മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത് ഏത് പദത്തിൽ നിന്നാണെന്നാണ്. ഏത് പദത്തിൽ നിന്നാണ്? മംഗോൾ അല്ലേ. മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത്. മുഗൾ രാജവംശത്തെ മുഗൾ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഏത് നൂറ്റാണ്ടിലാണ്? പഠിച്ചോ? ആരാണ് മുഗൾ എന്ന് വിശേഷിപ്പിച്ചത്? അതേപോലെ ഏത് നൂറ്റാണ്ടിലാണ് വിശേഷിപ്പിച്ചത്? യൂറോപ്യന്മാരല്ലേ. യൂറോപ്യന്മാരാണ് മുഗൾ രാജവംശത്തെ മുഗൾ എന്ന് വിശേഷിപ്പിച്ചത്. ഏത് നൂറ്റാണ്ടിൽ? 16-ാം നൂറ്റാണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ്? പാനിപ്പത്ത് യുദ്ധം അല്ലേ. ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്നാണ് നടന്നത്? 21 ഏപ്രിൽ 1526 എന്നാണ്. 1526 ഏപ്രിൽ 21-നാണ് എന്ത് നടന്നത്? ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത്. ആരൊക്കെ തമ്മിലാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത്? ആരൊക്കെ തമ്മിലാ? ഇബ്രാഹിം ലോധിയും അതേപോലെ ആര്? ബാബറും. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത് എന്നാണ്? 1526 ഏപ്രിൽ 21-ാം തീയതിയാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത്. അത് ആരൊക്കെ തമ്മിലായിരുന്നു? ഇബ്രാഹിം ലോധിയും അതേപോലെ ബാബറും. ഇവർ തമ്മിലായിരുന്നു നടന്നത്. അതേപോലെ ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് എവിടെ വെച്ചാണ്? ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് അല്ലേ. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത് എവിടെ വെച്ചാണ്? ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ചാണ് യുദ്ധം നടക്കുന്നത്. അക്ബർ തൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ പണി കഴിപ്പിച്ചത് എന്താണ്? ഇബാദത്ത് ഖാന അല്ലേ. അക്ബർ അദ്ദേഹത്തിൻ്റെ പുതിയ തലസ്ഥാനമായ എവിടെ? ഫത്തേപൂർ സിക്രിയിൽ പണി കഴിപ്പിച്ചത് എന്താണ്? ഇബാദത്ത് ഖാനയാണ് അല്ലേ. ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ച വർഷം എപ്പോഴാണ്? 1575. ഓർത്ത് വെക്കുക കേട്ടോ. ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ച വർഷമാണ് 1575. ഇത് എവിടെയാണോ പണി കഴിപ്പിച്ചത്? ഫത്തേപൂർ സിക്രിയിൽ അല്ലേ. ഫത്തേപൂർ സിക്രിയിൽ അദ്ദേഹത്തിൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിലാണ് ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത്. എപ്പോൾ? 1575. ഇനി എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനം ഏതാണ്? ദിൻ ഇ ലാഹി അല്ലേ.
എല്ലാ മതങ്ങളുടെയും, അതായത് നമ്മൾ പഠിച്ചു അല്ലേ, ഇന്ന മതം എന്നൊന്നുമില്ല, ഒരു വേർതിരിവൊന്നും ഉണ്ടായിരുന്നില്ല എന്നല്ലേ. എങ്ങനെയാണ്, ഹിന്ദുവെന്നോ ക്രൈസ്തവെന്നോ മുസ്ലിമെന്നോ ജൂതനെന്നോ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. അതുകൊണ്ട് എന്താണ്, അങ്ങനെ എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ മാത്രം കോർത്തിണക്കിക്കൊണ്ട് അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ഇത് ദിൻ ഇ ലാഹി എന്ന് പറയുന്നത്. അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിലെ ഉന്നത സ്ഥാനം വഹിച്ചവരിൽ പ്രധാനികൾ ആരെല്ലാമാണ്? അതായത് അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ച പ്രധാനികൾ ആരെല്ലാമാണ്? രാജ ടോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവന്താസ് ബീർബൽ അല്ലേ. ഇവർ 4 പേരല്ലേ, ഇവർ 4 പേരാണ് എന്ത് ഉന്നത സ്ഥാനം വഹിച്ച പ്രധാനികൾ. പിന്നെ നമ്മൾ പഠിച്ചു അല്ലേ മാൻസബ്ദാരി സമ്പ്രദായത്തെക്കുറിച്ച്. ഈ സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? അക്ബർ അല്ലേ. മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? അക്ബർ. മുഗൾ കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിനായി സ്വീകരിച്ചിരുന്ന ക്രമീകരണം എന്തായിരുന്നു? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. മുഗൾ കാലഘട്ടത്തിൽ അവരുടെ ഭരണം കുറച്ചും കൂടി സൗകര്യം അല്ലേ, ഒരുപാട് സ്ഥലമുള്ളത് കൊണ്ട് തന്നെ എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു ബുദ്ധിമുട്ട് കാരണം എന്താണ്, അവരവരുടെ ഭരണ സൗകര്യത്തിനായിട്ട് എന്ത് ചെയ്തു, ക്രമീകരിച്ചു അല്ലേ. കുറച്ച് തന്നെ വിഭജിച്ചു. എന്തൊക്കെയായിട്ടായിരുന്നു അവർ വിഭജിച്ചത്? സുബ, സർക്കാർ, പർഗന, ഗ്രാമം, ഇങ്ങനെ 4ആയിട്ടാണ് അവർ വിഭജിച്ചത് അല്ലേ, ക്രമീകരിച്ചിരുന്നത്. എന്തൊക്കെയായിരുന്നു? സുബ, സർക്കാർ, പർഗന, ഗ്രാമം. പിന്നെ ഐൻ ഇ അക്ബരി, അക്ബർനാമ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ് ആരാണ്? അബ്ദുൽ ഫസൽ അല്ലേ. അബ്ദുൽ ഫസലാണ് എന്ത് ഇതിൻ്റെ കർത്താവ്. എന്തിനാ? ഐൻ ഇ അക്ബരി അതുപോലെ അക്ബർനാമ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ്. അതേപോലെ വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടം ഏതാണ്? ഗുജറാത്ത് അല്ലേ. വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമാണ് ഏത്? ഗുജറാത്ത്. അതേപോലെ ഉറുദു ഭാഷ അല്ലേ. ഉറുദു ഭാഷ രൂപപ്പെട്ടത് ഏതൊക്കെ ഭാഷകൾ ചേർന്നാണ്? നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഉറുദു ഭാഷ രൂപപ്പെട്ടത് ഏതൊക്കെ ഭാഷകളിൽ നിന്നാണെന്ന്? ഏതാണ്? പേർഷ്യൻ, അതേപോലെ എന്താണ്, ഹിന്ദി. പിന്നെ അടുത്ത വിജയനഗരം അല്ലേ. വിജയനഗരം നശിപ്പിക്കപ്പെട്ടത് എപ്പോഴാണ്? CE 1565. വിജയനഗരം സ്ഥാപിച്ചത് ആരൊക്കെ ചേർന്ന? ഹരിഹരനും അതേപോലെ ബുക്കർ, ഇവർ 2 പേരും ചേർന്നിട്ടാണ് വിജയനഗരം സ്ഥാപിച്ചത്. എന്നാണ്? CE 1336. വിജയനഗരം സ്ഥാപിച്ചത് ഹരിഹരനും ബുക്കറും ചേർന്നാണ് CE 1336. അതേപോലെ 2 കൃതികളാണ് എന്തൊക്കെ? അമുക്തമാല്യത അതേപോലെ ജാംബവതി കല്യാണം. ഈ 2 കൃതികൾ രചിച്ചത് ആരാണ്? കൃഷ്ണദേവരായർ. കാലത്തെ ഒരു പ്രശസ്തനായ ഒരു ഭരണാധികാരിയായിരുന്നു അല്ലേ കൃഷ്ണദേവരായർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ 2 കൃതികളാണ് എന്ത്? അമുക്തമാല്യത അതേപോലെ എന്താണ് ജാംബവതി കല്യാണം. ഇനി ഭരണ സൗകര്യത്തിനായി വിജയനഗരത്തെ എങ്ങനെയാണ് വിഭജിച്ചത്? നമ്മൾ പറഞ്ഞല്ലേ മുഗൾ രാജവംശത്തും ഇതേപോലെ വിഭജിച്ചിരുന്നു അല്ലേ, 4 അതേപോലെ വിജയനഗരത്തെയും ഭരണ സൗകര്യത്തിനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വിഭജിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? മണ്ഡലങ്ങൾ, നാടുകൾ, സ്ഥലങ്ങൾ, അതുപോലെ ഗ്രാമങ്ങൾ എന്നിങ്ങനെ 4ആയിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. ഇത്രയാണ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആയിട്ട് ചെയ്തത്. എല്ലാവരും എന്ത് ചെയ്യുക, ഈ പാഠം മൊത്തം പഠിച്ച് ക്വസ്റ്റ്യൻസും ഇതുപോലെ പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററായിട്ട് കാണാം. ബൈ.